ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറി ആൻഡ് റോൺസ്കിയൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ റോൺസ്കിയൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെ കുറിച്ചും എക്സിസ്റ്റൻസിനെ കുറിച്ചും അതുപോലെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ യുണീക്ക് സൊല്യൂഷനെ കുറിച്ചുമാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ജനറൽ ഫോം y double dash plus f of x into y dash plus g of x into y is equal to 0. ഈ f of xൻ്റെയും g of xൻ്റെയും നമ്മളുടെ ഡെഫിനിഷൻ അനുസരിച്ച് അറിയാം നമുക്ക് ദേ ആർ ദി ഫങ്ഷൻസ് ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എക്സിലുള്ള ഫങ്ഷൻസ് ആണ്. നമ്മളുടെ ഒരു ഡിസ്കഷനിൽ ദാറ്റ് മേ ബി റിയൽ ഫങ്ഷൻസ്, അവ എന്തായേക്കാം, റിയൽ ഫങ്ഷൻസ് ആയേക്കാം. ഓക്കെ, ആ റിയൽ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ റിയൽ ഫങ്ഷൻസിലെ കണ്ടിന്യൂറ്റിയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മേ ബി കണ്ടിന്യൂസ് ഓൺ എൻറ്റയർ ഡൊമെയിൻ ഓർ മേ ബി കണ്ടിന്യൂസ് ഓൺ സം ഇൻ്റർവെൽ. ആ ഡൊമെയിൻ്റെ ഒരു സബ് ഡൊമെയിനായ അതല്ലെങ്കിൽ ഒരു സബ്സെറ്റായ ഒരു ഇൻ്റർവെല്ലിൽ അതെന്തായേക്കാം, കണ്ടിന്യൂസ് ആയേക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് നമുക്കറിയാം റിയൽ ഫങ്ഷൻസ് ആയേക്കാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ദാറ്റ് മേ ബി കണ്ടിന്യൂസ്, ചിലപ്പോൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയേക്കാം. ആ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഒരുപക്ഷെ എൻറ്റയർ ഡൊമെയിനിലായേക്കാം, അതല്ലെങ്കിൽ ഡൊമെയിൻ്റെ സബ്സെറ്റിൽ എന്തായേക്കാം, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയേക്കാം. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഫങ്ഷൻസിനെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്ത് വരും, y = c1y1 + c2y2 എന്നുള്ള രീതിയിൽ ജനറൽ സൊല്യൂഷൻ നമുക്ക് ലഭ്യമാവും. ആ ജനറൽ സൊല്യൂഷനകത്ത് C1ഉം C2നെയും നമ്മൾ പറഞ്ഞത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണെന്നാ. ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ കോൺസ്റ്റൻറ്റ് ദാറ്റ് ബിഹേവ് ലൈക്സ് എ വേരിയബിൾ, വേരിയബിൾസ് പോലെ ബിഹേവ് ചെയ്യുന്ന കോൺസ്റ്റൻസ് ആണ്. ദാറ്റ് മീൻസ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, C1നും C2നും വാല്യൂസ് ചൂസ് ചെയ്യാൻ പറ്റും ആസ് ദെയർ ഓൺ വിഷ്. അവരുടെ താല്പര്യപ്രകാരം വാല്യൂസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് പറയാൻ പറ്റും y എന്തായിരിക്കും, ജസ്റ്റ് ഒരു സൊല്യൂഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആയി മാറും ഫോർ ദ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് C1 ആൻഡ് C2. C1ഉം C2ഉം റിസീവ് ചെയ്യുന്ന വ്യത്യസ്തമായ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാം ഇതായിരിക്കാം സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബെഞ്ച് ഓഫ് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനനുസരിച്ച് നമ്മളുടെ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമ്മൾ എടുക്കുകയും ആ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടെ ചേരുമ്പോഴാണ് അതെന്താവുന്നത്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ആവുന്നത്. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആകുമ്പോൾ y of x0 = k0 എന്നും y dash of x0 = k1 എന്നും അതിനകത്ത് ഇനീഷ്യൽ പോയിൻ്റായ ഡൊമെയിനിലെ ഇനീഷ്യൽ പോയിൻ്റായ x0 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്വേഷൻ 1 കൂടി ഈ കണ്ടീഷൻസ് വരുമ്പോൾ അത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആവും. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യും, C1നും C2നും പർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാവും. C1ൻ്റെയും C2ൻ്റെയും പർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാവുന്നതോടുകൂടെ ഈ സൊല്യൂഷൻസ് എന്തായി മാറും, ഒരു പർട്ടിക്കുലർ സിംഗിൾ സൊല്യൂഷനായി മാറും. അപ്പോൾ നമ്മളുടെ ഒരു ഡിസ്കഷൻ നമ്മുടെ ഈ ഹെഡിങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞ് ദ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറി എന്ന് പറഞ്ഞ്, അതായത് സൊല്യൂഷൻ, യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന സാധ്യത എപ്പോഴാണെന്ന് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് തിയറത്തിലേക്ക് മൂവ് ചെയ്യാം. തിയറം 1 പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Theorem 1 is the existence and uniqueness theorem. Existence and uniqueness theorem. Existence and uniqueness theorem ആണ് existence and uniqueness theorem ആണ് തിയറം 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജനറൽ ഫോം ഉണ്ട് ലീനിയർ ഇക്വേഷൻ്റെ y double dash plus f of x y dash plus g of x y is equal to 0 എന്ന് പറയുന്ന ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. ലീനിയർ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ്. അതിനകത്ത് വരുന്ന ഈ എഫ് ഓഫ് എക്സിനെയും ജി ഓഫ് എക്സിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നു f of x and g of x are continuous functions
are continuous functions in some open interval in some open interval okay, sorry, continuous functions in some open interval I. അതായത് ഡൊമെയിനകത്ത് ഒന്നുകിൽ ഡൊമെയിൻ ആയേക്കാം ഐ, അല്ലെങ്കിൽ ഡൊമെയിൻ്റെ സബ്സെറ്റായ ഐ. ഓക്കെ, കണ്ടെയ്നിങ് ദ ഇനീഷ്യൽ പോയിൻ്റ് എക്സ് നോട്ട്, അല്ലേ? അയാൾ ആരെ കണ്ടെയ്ൻ ചെയ്യും? ഇനീഷ്യൽ പോയിൻ്റ് എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ എന്താണ് ഇത്? കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ വൺ വിത്ത് initial conditions, the equation 1 with initial conditions y of x naught equal to k naught and y of x1 equal to k1 എന്ന് പറയുന്ന ഇനിഷ്യൽ, അതായത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ഈ രണ്ട് കണ്ടീഷൻ ഇനീഷ്യൽ കണ്ടീഷൻസും കൂടി ചേരുമ്പോൾ എന്തായി മാറും? സോ 1 വിത്ത് എനിക്ക് പറയാം ഈ കണ്ടീഷൻസിനെ ഞാൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, 1 and 2 വിൽ ഫോം എ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് എന്തുണ്ടായിരിക്കും? ഒരു യുണീക്ക് സൊല്യൂഷൻ y എക്സിസ്റ്റ് ചെയ്യും. ദെൻ ദ IVP ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം 1 and 2, അല്ലേ? അതായത് ഇനീഷ്യൽ general form of second order linear differential equation with this initial condition will form a initial value problem. The initial value problem 1 and 2 has a unique solution, unique solution y1i. ആ ഐക്കകത്ത് ഒരു യുണീക്ക് സൊല്യൂഷൻ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, എത്രയുള്ള ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം പറയുന്നത്? ദ കണ്ടീഷൻ ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് എടുക്കുന്ന സമയത്ത് ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനകത്ത് വരുന്ന എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ് ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവെല്ലായി. ഐ ഡൊമെയിൻ്റെ സബ്സെറ്റോ ഡൊമെയിനോ ആയ ഓപ്പൺ ഇൻ്റർവെല്ലാവാം. അതിനകത്ത് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ഓൺലി വൺ സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷനെ ആ ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇനീഷ്യൽ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറി. ഒരുപാട് മേഖലകളിൽ ഇത് അപ്ലൈ ചെയ്യുന്നതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറിയുടെ ഭാഗം. നൗ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്റർ ഈ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറി ആൻഡ് റോൺസ്കിയൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനറൽ സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ള സമയത്ത്, അതുപോലെ തന്നെ ഓയിലർ കോഷി ഇക്വേഷൻസ് ഒക്കെ തൊട്ട് മുമ്പത്തെ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ എല്ലായിടത്തും ജനറൽ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ 2-3 ടൈപ്സ് നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ആ എല്ലാ ടൈപ്പിലൂടെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജനറൽ സൊല്യൂഷനിൽ 2 ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. y1 എന്നും y2 എന്നും പറയുന്ന 2 പാർട്ടുകളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ y1 ഉം y2 എന്താണ്? സൊല്യൂഷൻസ് ആണ്. എല്ലായ്പ്പോഴും സൊല്യൂഷൻസ് ഓഫ് 1 തന്നിരിക്കുന്ന ജനറൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഈ സൊല്യൂഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫങ്ഷൻസ്, അല്ലേ? റിയൽ ഫങ്ഷൻസ് ആയിരിക്കും. ആ റിയൽ ഫങ്ഷൻസിനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഫങ്ഷൻ ഒരു ഫങ്ഷൻ മറ്റൊരു ഫങ്ഷൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതായത് ആ 2 ഫങ്ഷൻസിൻ്റെയും റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഒരുപക്ഷേ ദേ ആർ നോട്ട് എ കോൺസ്റ്റൻറ്റ്, അതൊരു കോൺസ്റ്റൻ്റ് അല്ല എങ്കിൽ ഒരു ഫങ്ഷനായിട്ട് തന്നെ റിമൈൻ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഈ കോൺസെപ്റ്റ് നമ്മൾ വളരെ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ കയ്യിൽ ജനറൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ
ആ ജനറൽ സൊല്യൂഷനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കോംപ്ലിമെൻ്ററി സൊല്യൂഷനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ y1 y2 എന്ന് പറയുന്ന സൊല്യൂഷൻ ഫങ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ സൊല്യൂഷൻ ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസെപ്റ്റ് ഓഫ് ദ റോൺസ്കിയൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് റോൺസ്കിയനിലേക്ക് നമുക്ക് പോയേക്കാം. ദ റോൺസ്കിയൻ അപ്പോൾ റോൺസ്കിയനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്ന പോലെ y1 and y2 ആർ സൊല്യൂഷൻസ് ഓഫ് differential equation, linear differential equation y double dash plus f of x into y dash plus g of x into y is equal to 0. ഏതാ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്മളുടെ ജനറൽ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ സൊല്യൂഷൻസ് ആണെങ്കിൽ ദ റോൺസ്കിയൻ ഓഫ് y1 y2 സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? W എന്നും വിളിക്കാം. ജനറലി നമ്മൾ W എന്ന് മാത്രം റെപ്രസെൻ്റ് ചെയ്യാറുമുണ്ട്. ഡിറ്റർമിനൻറ്റ് നമുക്കറിയാവുന്ന വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ് ഡിറ്റർമിനൻറ്റിൻ്റെ y1 ആൻഡ് ഫസ്റ്റ് റോയിൽ y2, ദെൻ y1 dash and y2 dash, y1 dash and y2 dash. ഓക്കെ, സി ഇതാണ് റോൺസ്കിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഇവിടെ നമ്മൾ y1 y2നെ നമ്മളെടുത്തത് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ടാണ് നമ്മളെടുത്തത്. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഏത് രണ്ട് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും ഏത് രണ്ട് റിയൽ ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം? റോൺസ്കിയൻ ഇവാലുവേറ്റ് ചെയ്യാം. ആ റോൺസ്കിയൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ? y1 ഇൻറ്റു y2 ഡാഷ് മൈനസ് y1 ഡാഷ് ഇൻറ്റു y2. സോ നമുക്ക് വാല്യൂ നമുക്ക് ലഭ്യമാവും. ദിസ് ഡിറ്റർമിനൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു y1 y2 ഡാഷ് മൈനസ് ആരാണ് വരുന്നത്? y1 ഡാഷ് y2. വളരെ അണ്ടർസ്റ്റുഡ് ആണ്. റോൺസ്കിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റോൺസ്കിയൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ്റെ ലീനിയർ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സി നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് തന്നെ നമ്മൾ പോവാം. നമ്മളുടെ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന നമ്മളുടെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് കിടക്കുന്ന കോയിഫിഷ്യൻറ്റ് റിയൽ ഫംഗ്ഷൻസ് ആരാ വരുന്നത്? എഫ് എക്സും ജി എക്സുമാണ്. ആ എഫ് എക്സിനെയും ജി എക്സിനെയും നമ്മൾ എടുക്കുന്ന സമയത്ത് അവരെന്താവുന്നു? തൊട്ട് മുമ്പ് എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്ക്നെസ് തിയറിയിലൂടെ നമ്മൾ പറഞ്ഞ എന്താണ്? ദേ ആർ കണ്ടിന്യൂസ്. ഓക്കെ, ദേ ആർ കണ്ടിന്യൂസ്. അവരെന്താണ്? കണ്ടിന്യൂസ് ആണ് ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലെങ്കിൽ, അതായത് ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഐയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഇൻ്റർവെല്ലിൻ്റെ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ജനറൽ സൊല്യൂഷൻ ഉണ്ട്. ആ ജനറൽ സൊല്യൂഷനകത്തുള്ള നമ്മൾ എന്ത് ചെയ്യുന്നു? y1 y2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിനെ നമ്മളെടുത്തു. ആ y1 y2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിനെ നമ്മളെടുക്കുകയും അവയുടെ റോൺസ്കിയൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സാധ്യതകൾ നമുക്കകത്തുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ റോൺസ്കിയൻ W മേ ബി 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു x0, ഒരു പെർട്ടിക്കുലർ പോയിൻ്റായ സിംഗിൾ പോയിൻ്റായ ഓപ്പൺ ഇൻ്റർവൽ ഐക്കകത്ത് വരുന്ന ഒരു സിംഗിൾ പോയിൻറ്റിൽ അതെന്താണ്? റോൺസ്കിയൻ 0 ആണെങ്കിൽ then we can say that the Wronskian is identically 0 in throughout that interval. ആ ഇൻ്റർവെല്ലിൽ ത്രൂ ഔട്ടായിട്ട് ആരാണ്? റോൺസ്കിയൻ 0 ആണ്. സോ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻറ്റിൽ റോൺസ്കിയൻ 0 ആണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ മുഴുവനായിട്ട് ആരായിരിക്കും? റോൺസ്കിയൻ 0 ആയിരിക്കും. then we can say that y1 and y2 are linearly dependent ആണ് നമുക്ക് പറയാം. അപ്പോൾ റോൺസ്കിയൻ ഒരു പോയിൻറ്റിൽ 0 ആണെങ്കിൽ റോൺസ്കിയൻ ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആണ്. സോ ദാറ്റ് നമുക്ക് പറയാം y1 ഉം y2 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി സപ്പോസ്
അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിൽ റോൺസ്കിയൻ നോൺ സീറോ ആണെങ്കിൽ we can say that y1 y2 are linearly independent. See, if Wronskian w not equal to 0 at x is equal to x naught, then we can say that y1 and y2 are linearly independent. Okay, they are linearly independent. വളരെ സിമ്പിളാണ് കോൺസെപ്റ്റ്. നമുക്ക് ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ ചെയ്യാവുന്ന മെത്തേഡ്സും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറൽ സൊല്യൂഷൻസ് കാണാം. ആ ജനറൽ സൊല്യൂഷൻസിലെ കോംപ്ലിമെൻ്ററി സൊല്യൂഷനിൽ വരുന്ന രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, ഇൻഡിവിജ്വൽ സൊല്യൂഷൻസ് ഉണ്ട്, y1 y2. ആ y1ൻ്റെയും y2ൻ്റെയും സൊല്യൂഷൻസിൻ്റെ റോൺസ്കിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഡിറ്റർമിനൻറ്റിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഡിറ്റർമിനൻറ്റിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റോൺസ്കിയൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോൺസ്കിയൻ ഒരു പോയിന്റിൽ 0 ആണെങ്കിൽ റോൺസ്കിയൻ ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആണ്. ആ കേസിൽ എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. റോൺസ്കിയൻ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിൽ നോൺ സീറോ ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോയേക്കാം. എക്സാമ്പിൾ 1ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് y1 is equal to the functions y1 is equal to x and y2 is equal to x plus 1. രണ്ട് ഫങ്ഷൻസ് എടുത്തു. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ അല്ലേ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്തിട്ടില്ല. We have to check whether these functions are linearly independent or not. So check whether y1 and y2 are linearly independent or not. അല്ലേ, y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിളാണ് കോൺസെപ്റ്റ്. y1ഉം y2ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി? റോൺസ്കിയൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദ റോൺസ്കിയൻ ഓഫ് y1, y2 okay is equal to Wronskian of y1, y2 is equal to determinant of y1 that is x and y2 ആരാ വരുന്നത്? x plus 1. okay, then derivative of x is 1 അല്ലേ, y1 dash derivative of x. അടുത്ത വരുന്ന ആരാ? y2 dash ആരാ വരുന്നത്? derivative of x plus 1. x പ്ലസിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 തന്നെയാണ്. സോ ഡിറ്റർമിനൻറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാം? ഡിറ്റർമിനൻറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആരാ വരുന്നത്? എക്സ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് ഓഫ് എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ എക്സ് മൈനസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സും മൈനസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും അതിനകത്ത് നിന്ന്. സോ -1 ബാലൻസ് ആവും. -1 ബാലൻസ് ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താ? -1 ആൻസർ കിട്ടുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 അല്ലേ. വളരെ സിമ്പിളാണ്. റോൺസ്കിയൻ -1 കിട്ടി, നോൺ സീറോ വാല്യൂ. സോ നമുക്ക് പറയാൻ പറ്റും ദീസ് ടു ഫങ്ഷൻസ് അല്ലേ, ഈ രണ്ട് ഫങ്ഷൻസിനെയും നമുക്ക് പറയാൻ പറ്റും y1 ഈക്വൽ ടു എക്സ് ആൻഡ് y2 ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫൈൻ. Now we can move to one more example. In example 2, we discuss some trigonometric functions. അല്ലേ, trigonometric functionsനെ കുറിച്ച് നമുക്ക് പറഞ്ഞേക്കാം. y1 of x is equal to cos omega x. y1 of x is equal to cos omega of x. Okay, y1 of x is equal to cos omega of x and y2 of x is equal to y2 of x is equal to sin omega x. Okay, y2 of x is equal to sin omega x. Okay, sin omega x നമുക്കറിയാവുന്നതാണ്. നമ്മൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്ത രണ്ട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് കോസും സൈനും. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോൺസ്കിയൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ. സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ റോൺസ്കിയൻ്റെ ഇക്വേഷൻ്റെ റോൺസ്കിയൻ ഇസ് ഈക്വൽ ടു
y1, y2, y1 dash, y2 dash. Okay, y1, y2, y1 dash and y2 dash. Okay, y1 is equal to cos omega x നമ്മുടെ കയ്യിലുണ്ട്. y2 ആരാണ്? This is equal to sin omega x നമ്മുടെ കയ്യിലുണ്ട്. Okay, fine. Now cos omega x ഉം sin omega x ഉം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് പറയാൻ പറ്റും y1 dash, the first hand derivative, minus sin കോസിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ഒമേഗ എക്സ്. തീർന്നോ? ഇനി ഒമേഗ എക്സിനും കൂടി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് ഒമേഗ. therefore minus omega into sin omega x. Okay, fine. y2 dash is equal to derivative of sin omega x. Sin the derivative cos omega x. തീർന്നോ? ഇല്ല. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടി വേണം. ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒമേഗ തന്നെ. സോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. therefore Wronskian w is equal to നമുക്കെന്ത് പറയാൻ പറ്റും? this is equal to y1 sin cos omega x, y2 is the sin omega x. Okay, now next is y1 dash. This is equal to minus omega into sin omega x. Okay, now next വരുന്ന ആരാ? y2 dash, that is equal to omega cos omega x. omega cos omega x. Okay, നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് നേരത്തെ ചെയ്ത പോലെ ഡിറ്റർമിനൻ്റ് ആണ്. ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ആരാ? കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ്. therefore this is equal to w Wronskian is equal to cos omega x into omega into cos omega x. Okay, omega into cos omega x. See, next വരുന്ന ആരാ? മൈനസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. അപ്പോൾ രണ്ട് മൈനസ് വരും. മൈനസ് ഓൾറെഡി ഡിറ്റർമിനൻറ്റിൻ്റെ മൈനസും ഇവിടെ വരുന്നൊരു മൈനസ് സൈനും. അപ്പോൾ രണ്ട് നെഗറ്റീവ് കൂടി വരുമ്പോൾ അത് പോസിറ്റീവായി മാറും. therefore പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. ഓക്കെ, അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു ആരാ വരുന്നത്? ഒമേഗ കോമൺ ആയി പുറത്താക്കി കഴിഞ്ഞാൽ കോസ് ഒമേഗ എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ്, ഒമേഗ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ എക്സ് പ്ലസ് ഇവിടെ ഒരു ഒമേഗ നമ്മുടെ കയ്യിൽ ഒമേഗ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ എക്സ്. ഓക്കെ, കോസ് സ്ക്വയർ ഒമേഗ എക്സും സൈൻ സ്ക്വയർ ഒമേഗ എക്സും ഒമേഗയെ നമ്മളിങ്ങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കോസ് സ്ക്വയർ ഒമേഗ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ എക്സ്. സോറി, cos square omega x into plus sin square omega x. cos square theta plus sin square theta or cos square omega x plus sin square omega x ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണെന്ന്. പ്രീ ഡിഫൈൻഡ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ഒമേഗ. ഓക്കെ, സോ ദ Wronskian is equal to ഒമേഗ. സി, പുറകിലേക്ക് പോകും. Wronskian ഒമേഗ, ഒമേഗയുടെ വാല്യൂ 0 ആയാൽ Wronskian 0 ആണ്. ഒമേഗയുടെ വാല്യൂ നോൺ സീറോ ആണെങ്കിൽ Wronskianൻ്റെ വാല്യൂ നോൺ സീറോ ആണ്. ഒമേഗയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒമേഗയുടെ വാല്യൂ 0 ആണെങ്കിൽ കോസ് ഒമേഗ എക്സ് എന്തായിരിക്കും? കോസ് 0 ആയിരിക്കും. y1ൻ്റെ വാല്യൂ 1 ആയിരിക്കും. സൈൻ ഒമേഗയുടെ വാല്യൂ എന്തായിരിക്കും? സൈൻ ഒമേഗ 0 ആണ്, സൈൻ 0 ആയിരിക്കും വരുന്നത്. സൈൻ 0യുടെ വാല്യൂ നമുക്കറിയാവുന്നതാണ്. സൈൻ 0 ആയി കഴിഞ്ഞാൽ ദ ടോട്ടൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ 0 ആയി കഴിഞ്ഞാൽ ദ ടോട്ടൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് പറയാൻ പറ്റും 0ക്ക് അവിടെ ഒരു പ്രസക്തി ഉണ്ടാവില്ല. സോ ഒമേഗ ഈസ് ഓൾവേസ് നോൺ സീറോ. ഒമേഗ 0 ആവുന്ന കേസിൽ നമുക്ക് ഡിസ്കഷന് സ്കോപ്പ് ഇല്ല. സോ ദാറ്റ് ഒമേഗ നോൺ സീറോ ആവുമ്പോൾ സമയത്ത് ദിസ് Wronskian ഇസ് നെവർ ബി 0. ഒരിക്കലും അത് 0 ആവില്ല. ഒമേഗ 0 ആവില്ല എന്ന് പറഞ്ഞാൽ Wronskian ഇസ് നെവർ 0. therefore നമുക്ക് പറയാൻ പറ്റും given solutions, therefore y1 is equal to cos omega x, y2 equal to sin omega x are linearly independent.
അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൂടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീനിയർ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ പറയാൻ പറ്റും. ഏത് രണ്ട് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറയാവുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y1 y2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. c1 y1 പ്ലസ് c2 y2 കിട്ടി കഴിഞ്ഞാൽ y1 y2 വെച്ചിട്ട് റോൺസ്കിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ദ നെക്സ്റ്റ് തിയറം നമ്മൾ പറയുന്നത് ജനറൽ സൊല്യൂഷൻ അല്ലേ, ജനറൽ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ്. നമ്മളുടെ ജനറൽ സൊല്യൂഷൻ്റെ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ ഈ തിയറത്തിലൂടെ നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു പോയ കാര്യം ഒരിക്കൽ കൂടെ നമ്മൾ പറയുന്നതെന്ന് മാത്രം. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മളെടുത്ത y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് ജി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ആർ കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ ഐ. ഒരു ഓപ്പൺ ഇൻ്റർവൽ ഐയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദെൻ ഇക്വേഷൻ 1 ഹാസ് എ ജനറൽ സൊല്യൂഷൻ. ഈ ഇക്വേഷൻ 1-ന് ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് തീർത്ത് പറയാൻ സാധിക്കും. ഒരു ഇക്വേഷൻ 1-ന് ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ജനറൽ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു ഓർ y ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആരായിരിക്കും, c1 y1 ഓഫ് എക്സ് പ്ലസ് c2 y2 ഓഫ് എക്സ് ആണെന്ന് നമുക്ക് പറയാം. ഈ y1 ഓഫ് എക്സും y2 ഓഫ് എക്സും എന്തായിരിക്കും, ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബേസിസിലെ ഫങ്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഫങ്ഷൻസിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസും ഡിപ്പെൻഡൻസിയും നോക്കിയിട്ട് അവരൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ബേസിസ് വാല്യൂസ് ആണോ നോക്കാൻ നമ്മൾ ചെയ്യാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. എന്ത് ചെയ്യും, ലീനിയർലി ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ദാറ്റ് വിൽ ഫോംസ് എ ബേസിസ് നമ്മൾ പറയാറുണ്ട്. സോ നമുക്കിവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇവിടെ y1 y2 വിൽ ഫോം എ ബേസിസ് ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1. ഡിഫറൻഷ്യൽ ഇക്വേഷന് ബേസിസ് ഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ലീനിയർലി ഡിപ്പെൻഡൻസിലും ഇൻഡിപെൻഡൻസിലും നമ്മൾ പറഞ്ഞു പോയ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞെന്താ, നമ്മളുടെ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷനകത്ത് വരുന്ന ഇതിനോട് കൂടെ ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമായി മാറും. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൽ എഫ് എക്സ് ജി എക്സ് എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റ് ഫങ്ഷൻസ് ഒരു ഓപ്പൺ ഇൻ്റർവൽ ഐയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന് ആ ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഒരു യുണീക്ക് സൊല്യൂഷൻ ലഭ്യമാവും. അതാണ് എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം പറയുന്നത്. ഫങ്ഷൻസിൻ്റെ ലീനിയർ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും കാണിക്കാനായിട്ടാണ് നമ്മൾ ആരെ പറയുന്നത്, റോൺസ്കിയൻ പറയുന്നത്. y1 y2 രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ റോൺസ്കിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് y1 y2 സെക്കൻഡ് റോയിൽ y1 ഡാഷ് y2 ഡാഷ് വരും. ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഒരു പോയിൻറ്റിൽ 0 ആണെങ്കിൽ ദ റോൺസ്കിയൻ ഈസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0. ഒരു പോയിൻറ്റിൽ 0 അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഒരു പോയിൻറ്റിൽ 0 ആണെങ്കിൽ ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0 ആയതുകൊണ്ട് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഫങ്ഷൻസിൻ്റെ ഈ ഡിപ്പെൻഡൻസും ഇൻഡിപെൻഡൻസും നമുക്ക് ആരും ഉപയോഗിച്ചുകൊണ്ട് പറയാം, റോൺസ്കിയൻ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഈ കോൺസെപ്റ്റിൽ നമ്മൾ ഏറ്റവും അവസാനം പറയുന്നത് സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ കോഎഫിഷ്യൻറ്റ് ഫങ്ഷൻസ് ഒരു ഓപ്പൺ ഇൻ്റർവൽ ഐയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇക്വേഷൻ 1-ന് ഒരു ജനറൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ ജനറൽ സൊല്യൂഷൻ്റെ ഫോമാണ് y ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c1 y1 ഓഫ് എക്സ് പ്ലസ് c2 y2 ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ദിസ് y1 ഓഫ് എക്സ് ആൻഡ് y2 ഓഫ് എക്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ദേ വിൽ ഫോം എ ബേസിസ്. അതുകൊണ്ട് തന്നെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷന് അതെന്ത് ചെയ്യും, ഒരു ബേസിസ് ഫോം ചെയ്യും.
അപ്പോൾ നമ്മൾ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ വളരെ നൈസായ ഒരു സെഷനാണ് നമ്മൾ ഡീൽ ചെയ്ത്. ഡിഫറൻ്റ് ആയുള്ള ഫങ്ഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ലിറ്ററേച്ചറിൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ലീനിയർ ഡിപ്പെൻഡൻസിയെക്കുറിച്ചും ഇൻഡിപെൻഡൻസിയെക്കുറിച്ചും ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ബേസിസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി നടത്താൻ പറ്റും. മാത്രമല്ല ഒരു ബേസിസ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബേസിസ് വാല്യൂസ് നമുക്ക് ലഭ്യമാവും. ബട്ട് നമുക്ക് ബേസിസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ബേസിസ് ഫങ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഹൗ ക്യാൻ വി ഫോം എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ദാറ്റ് ബേസിസ് വാല്യൂസ്? ആ ബേസിസ് വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫോം ചെയ്യാമെന്നുകൂടെ ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. കണ്ടിന്യൂ വാച്ചിങ്. താങ്ക് യു.